അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിന് അള്ളാഹു നൽകിയ പ്രത്യേകമായ ഒരു അനുഗ്രഹമാണ് ലൈലത്തുൽ ഖദർ. വർഷത്തിലെ ഏറ്റവും പുണ്യകരമായ രാത്രിയാണ് അത്. ഖദർ എന്നാൽ വിധി, തീരുമാനം, മഹത്വം, ബഹുമാനം എന്നൊക്കെയാണ് അർത്ഥം. ഈ രാത്രിയിലെ ആരാധനകൾ 1000 മാസങ്ങൾ ആരാധനകളേക്കാൾ ശ്രേഷ്ഠമാണ്. വിശുദ്ധ ഖുർആൻ അവതീർണമായത് ഈ രാത്രിയിലാണ്. ലൈലത്തുൽ ഖദറിനെ പരാമർശിച്ച് ഒരധ്യായം തന്നെ അള്ളാഹു അവതരിപ്പിച്ചു. പണ്ഡിതന്മാർ പറയുന്നു, ആ വർഷത്തിലെ ഭക്ഷണം, ആയുസ്, തീരുമാനങ്ങൾ മുതലായവ മലക്കുകൾക്ക് കാണിക്കപ്പെടുന്ന ദിനമായതുകൊണ്ടാണ് ലൈലത്തുൽ ഖദർ എന്ന് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ലൈലത്തുൽ ഖദർ ഏത് ദിവസമാണ്? ലൈലത്തുൽ ഖദറിനെ കുറിച്ച് ഞങ്ങളെ അറിയിക്കുവാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പുറപ്പെട്ടു. അപ്പോൾ മുസ്ലിങ്ങൾപ്പെട്ട 2 പേർ തമ്മിൽ വഴക്കുണ്ടാക്കുമായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൈലത്തുൽ ഖദറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയിക്കുവാൻ വേണ്ടി ഞാൻ വരികയായിരുന്നു. അപ്പോൾ 2 പേർ തമ്മിൽ വഴക്ക് കൂടുകയായിരുന്നു. അങ്ങനെ ആ അറിവിനെ എനിക്ക് ഉയർത്തപ്പെട്ടു. ഒരുപക്ഷെ അത് നിങ്ങൾക്ക് ഗുണകരമായേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റമദാനിൻ്റെ അവസാനത്തെ 10 ഒറ്റകളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക. ആയിഷ ബീവി നിവേദനം ചെയ്യുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖൽ അശ്റു ശദ്ദ മിഅ്സറഹു വ അഹ്യാ ലൈലഹു വ ഐഖദ അഹ്ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ആയിക്കഴിഞ്ഞാൽ മുണ്ട് കെട്ടുകയും രാത്രിയെ ആരാധന കൊണ്ട് സജീവമാക്കുകയും വീട്ടുകാരെ വിളിച്ചുണർത്തുകയും ചെയ്യുകയും പതിവായിരുന്നു.